ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചന മസാലയും ബട്ടൂരയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. എൻ്റെ വീഡിയോ ഇന്ന് ആദ്യമായിട്ട് കാണുന്നുണ്ട്, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം വീഡിയോ ഇടുമ്പോഴേ നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിവിടെ 2 കപ്പ് കടല എടുത്തിട്ടുണ്ട്. വെള്ളക്കടല എടുത്തിരിക്കുന്ന ചന മസാലയ്ക്ക് ആവശ്യമായ വെള്ളക്കടല കുതിർക്കാനായിട്ട് വെക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ കൈവശമുള്ള കടല വേവിനനുസരിച്ച് കുക്കറിൽ വേവിച്ചെടുക്കുക. 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് പ്യൂരിയാക്കി എടുക്കുക, മിക്സിയിൽ അരച്ച്. 4 സവാള ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി പ്യൂരിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായി കടായി വയ്ക്കുക. കടായി ഒന്ന് ചൂടാവുന്നോടം വരെ വെയിറ്റ് ചെയ്യുക. ചൂടായതിനു ശേഷം ഓയിൽ ആഡ് ചെയ്യുക. ഓയിൽ ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ 2 ബേ ലീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം സവാള ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചില്ല, സവാള ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സവാള ആയതുകൊണ്ടാണ് 4 എടുത്തത്. നിങ്ങളുടെ കൈവശം വലിയ സവാളയാണെങ്കിൽ 2 സവാള എടുത്താൽ മതിയാവും. ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നോടം വരെ വഴറ്റിയെടുക്കുക. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്ലെങ്കിൽ ഗാർലിക്കും ജിഞ്ചറും ചെറുതായി അരിഞ്ഞതായാലും ആഡ് ചെയ്താൽ മതിയാവും. അതിനുശേഷം ചന മസാലയുടെ മസാല കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അതൊരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് നല്ല രീതിക്കൊന്ന് വാട്ടിയെടുക്കുക. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഓൾറെഡി ചന മസാലയ്ക്ക് എരിവുണ്ടാവും. അതുകൊണ്ട് ആവശ്യാനുസരണം മുളക് പൊടി ആഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം അതിൻ്റെ ഒരു പച്ചമണം പോകുന്നോടം വരെ നല്ലോണം വാട്ടിയെടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്യൂരി ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോ പ്യൂരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം പോകുന്നോടം വരെ നല്ലോണം വാട്ടിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം പോയതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരുന്ന കടല ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുമെങ്കിൽ കടല വേവിച്ച വെള്ളം തന്നെ ഉണ്ടാവുമല്ലോ, അതായാലും ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ ആയാലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നല്ലോണം തിളയ്ക്കുന്നോടം വരെ വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കറി റെഡിയായി. ഇനി അടുത്തതായിട്ട് നമുക്ക് ബട്ടൂര എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അടുത്തതായി ബട്ടൂരയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ 2-2.5 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ആ സെയിം കപ്പിൽ ഒരു 1/4 ഭാഗം റവ ആഡ് ചെയ്യുന്നുണ്ട്. റവ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് റവ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു 1/4 ഭാഗം, ആ സെയിം കപ്പിൽ 1/4 ഭാഗത്തിൽ റവ ആഡ് ചെയ്യുന്നുണ്ട്. റവ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, അതിനുശേഷം
പാകത്തിന് ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ, 3 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. അത് നല്ലോണം കുഴച്ചതിന് ശേഷം നമ്മൾ കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് നല്ലോണം കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കില്ല, ആ ഒരു പാകത്തിന് കുറച്ച് സോഫ്റ്റ്, നല്ലോണം കുഴച്ച് നല്ലോണം സോഫ്റ്റ് ആക്കി എടുക്കുക. കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. നല്ലോണം ഞെരടി നല്ല രീതിക്ക് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക. അവസാനം കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് നല്ലോണം കുഴയ്ക്കുക. നമുക്കിതൊരു 3 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. 3 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിത് ചെറിയ ബോൾസുകളാക്കി മാറ്റാം. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഓരോ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ആ ഓരോ ബോൾസും ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. ആണ് നല്ല റൗണ്ടിലത് ഇതുപോലെ ചെയ്തെടുക്കുക. എല്ലാം നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം 2 സൈഡും നല്ലോണം മൈദാപ്പൊടിയിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തൂലേ, അത്രയും നൈസ് ആക്കണ്ട, ചെറുതായിട്ടൊരു കട്ടിക്ക് പരത്തിയെടുക്കുക. ഇത് കണ്ടോ, ഈ ഒരു കട്ടി മതിയാവും. ഒരുപാട് നൈസും ആക്കണ്ട, ഒരുപാട് കട്ടിയാക്കണ്ട. അത് ഈ ഒരു സൈസിൽ ഈ ഒരു കട്ടിക്ക് മതിയാവും. അതുപോലെ തന്നെ എല്ലാം പരത്തിയെടുക്കുക. അതിനുശേഷം എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ഇതുപോലെ ഓരോന്നാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ മുക്കി എണ്ണ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചായിട്ട് ഇങ്ങനെ തൂവി കൊടുക്കുക. അപ്പോൾ നല്ല പൊങ്ങി എല്ലാ ഭാഗത്തും നല്ലോണം ഫ്രൈ ആയി കിട്ടും നമുക്ക്. അത് ഈ ഒരു കളർ ആവുന്നോടം വരെ വറുക്കുക. 2 സൈഡും ഈ ഒരു കളർ ആയതിനു ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ചന മസാലയ്ക്ക് പകരം മസാല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയും ഗരം മസാലയും യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതായിരിക്കും. ടേസ്റ്റി ആയിരിക്കും. പിന്നെ ചന മസാലയുടെ മസാല കിട്ടുവാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭട്ടൂരയും ചന മസാലയും. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതേപോലെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്